സംസ്ഥാനത്തെ ആദ്യ ഡബിൾ ടെക്കർ ട്രെയിൻ സർവീസ് ഉടൻ തന്നെ ആരംഭിക്കും. പാലക്കാട്ടേക്കാണ് ആദ്യ വരവ്. തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്ന 2 ട്രെയിനുകളിൽ ഒന്ന് പാലക്കാട്ടേക്ക് നീട്ടാനാണ് ആലോചന. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുന്ന ഉദയ് എക്സ്പ്രസ് ആണ് പാലക്കാട് സ്റ്റേഷനിലൂടെ പോകുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 18-ന് കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തിയിരുന്നു. 2 ഡബിൾ ടെക്കർ ബോഗി ഉൾപ്പെടെ 4 ബോഗിയാണ് പരീക്ഷണയോട്ടത്തിലുണ്ടായിരുന്നത്. മധുരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഡബിൾ ടെക്കർ സർവീസ് നടത്താനുള്ള സാധ്യത ദക്ഷിണ റെയിൽവേ പരിശോധിച്ചിരുന്നു. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ ഇരട്ടപ്പാതയില്ലാത്തതിനാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഡബിൾ ടെക്കർ സർവീസ് ഇല്ലാത്തത്. തമിഴ്നാട്ടിൽ 3 ട്രെയിനുകളുണ്ട്. സംസ്ഥാനത്ത് ഡബിൾ ടെക്കർ സർവീസിന് തടസ്സമാകുന്നത് ട്രാക്കിന് മുകളിലൂടെയുള്ള റോഡ് പാലങ്ങളുടെ ഉയരക്കുറവാണ്. വള്ളത്തോൾ നഗർ, ഷൊർണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പാലങ്ങളാണ്. ഇവ പൊളിച്ചു പണിയുന്നതിന് ചെലവേറുകയും ചെയ്യും. അതുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ഡബിൾ ടെക്കർ സർവീസ് പദ്ധതി റെയിൽവേ വേണ്ടെന്ന് വെച്ചത്. പാലക്കാട് റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തിയ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് ആദ്യ AC ചെയർകാർ ട്രെയിനാണ്. ആകെ 16 കോച്ചുകളാണുള്ളത്. ഒരു ബോഗിയിൽ 120 സീറ്റുകളാണുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കേരളത്തിലെ ആദ്യ ഡബിൾ ടെക്കർ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം വിജയകരമായിരുന്നു. ട്രെയിൻ വരുന്നത് കൊണ്ട് പ്ലാറ്റ്ഫോമിന് അസൗകര്യമുണ്ടോ, ട്രാക്കിലൂടെ ട്രെയിനിന് സുഗമമായി പോകുവാൻ സാധിക്കുമോ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് അധികൃതർ അന്ന് പരിശോധിച്ചത്. പാലക്കാട് ജംഗ്ഷനിലെ 5 പ്ലാറ്റ്ഫോമുകളിലും ഡബിൾ ടെക്കർ ട്രെയിൻ എത്തിക്കുകയും ചെയ്തു. ദക്ഷിണ റെയിൽവേയുടെ സേലം, പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണയോട്ടം നടത്തിയത്. അതേസമയം ഡബിൾ ടെക്കർ ട്രെയിൻ പൊള്ളാച്ചി കിണത്തുകടവ് വഴി പളനിയിലേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാണ്. കിണത്തുകടവ് സ്വദേശികളായ IT ജീവനക്കാരും പൊള്ളാച്ചിയിലെ വ്യവസായികളും സമാന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ട്രെയിൻ പൊള്ളാച്ചി കിണത്തുകടവ് വഴി പളനിയിലേക്ക് നീട്ടിയാൽ ബംഗളൂരുവിലേക്കുള്ള യാത്ര സുഗമമാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ബംഗളൂരുവിലേക്ക് നേരിട്ട് ട്രെയിനില്ലാത്തതിനാൽ പൊള്ളാച്ചി, ഉദുമൽപേട്ട്, പളനി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ബംഗളൂരു യാത്രക്കായി കോയമ്പത്തൂർ, തിരുപ്പൂർ, ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനുകളെയാണ് ആശ്രയിക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.